ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഫ്രാക്ഷൻസ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഫ്രാക്ഷണൽ ഏരിയ ആണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫ്രാക്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താണ് ഇവിടെ ഫ്രാക്ഷണൽ ഏരിയ? റെക്ടാംഗിൾ ഈസ് 5 cm ലോങ് ആൻഡ് 3 cm ഹൈ. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ ഇൻ സ്ക്വയർ സെൻറ്റിമീറ്റർ? അപ്പോൾ ഇവിടെ എന്താ, റെക്ടാംഗിൾ 5 cm ലോങ്ങും തന്നിട്ടുണ്ട്, 3 cm ഹൈയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കാണേണ്ടത്? എന്താണ് ഇവിടെ നമുക്കറിയാം അല്ലേ, ഏരിയ റെക്ടാംഗിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ലെങ്ത്തും തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത്ത് ഇവിടെ 5 ആണ്, 5 × 3 എത്രയാണ്? 15 അല്ലേ. അപ്പോൾ 15 cm² ആണ് എന്ത് വരുന്നത്, ഈ ഏരിയ ഓഫ് ദിസ് റെക്ടാംഗിൾ അല്ലേ. 15 cm² ആണ് എന്ത് വരുന്നത്, ഈ റെക്ടാംഗിളിൻ്റെ ഏരിയ പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ബോക്സൊക്കെ വരച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമുക്ക് എന്താ, നമുക്ക് ആൻസർ കിട്ടുക അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ്, നമുക്ക് എങ്ങനെയാണ് ആൻസർ എത്തുന്നത് എന്നുള്ളത് ഇക്വേഷൻ എന്തൊക്കെ അറിയാം. അവിടെ നമ്മൾ എന്താക്കുക, ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇതവിടെ 15² cm എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് എന്താണ്, അതിൻ്റെ ലെങ്ത്ത് 5 cm പിന്നെ അതുപോലെ മറ്റേ ബ്രെഡ്ത്ത് മറ്റേ സൈഡ് എത്രയാണ്, 1.5 cm ആണെങ്കിലാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റെക്ടാംഗിൾ നമുക്ക് എങ്ങനെ ഇത് ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത്ത് എത്ര, 5 അല്ലേ. 5 × 1.5. ഓക്കെ, 1.5 വരും. അപ്പോൾ ഈ 1.5 നമ്മളെങ്ങനെ എഴുതുക, അത് മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ എന്താക്കുക, സാധാ ഫ്രാക്ഷനിലാക്കുക. അപ്പോൾ അങ്ങനെ എഴുതുക നമുക്ക് 5 × ഈ 5ന് അതേപോലെ എഴുതുക, ഇവിടെ 5 × 1.5 അല്ലേ. അപ്പോൾ ഇതിനെങ്ങനെ എഴുതുക, ഈ സൈഡത്തും അടിയത്തും ഇൻറ്റു ചെയ്യുക അല്ലേ. എന്നിട്ട് മുകളിലത്തെ പ്ലസ് ചെയ്യുക. അപ്പോൾ 1 × 2 എന്താ, 2 + 1 3 അല്ലേ. അപ്പോൾ 3/2 അല്ലേ, 3/2. ദെൻ ഈ ടീച്ചർ ഇവിടെ സ്ഥലം ലേറ്റ് ഇവിടെ എഴുതുക കേട്ടോ. അപ്പോൾ 5 × 3 എത്രയാണ്, 15 അല്ലേ. അപ്പോൾ 15/2 ആണ് അല്ലേ. 15/2 ആണ് വരുന്നത്. അപ്പോൾ 15/2 നമുക്ക് എന്താക്കുക, ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക, മുകളിലത്തെ വലിയ നമ്പർ ആണെങ്കിൽ നമുക്ക് എന്താണ്, മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുക അല്ലേ. അപ്പോൾ 15/2 എന്ന് പറയുമ്പോൾ എത്രയാണ്, 7 2s are 14 അല്ലേ. 14 വരും. അപ്പോൾ 5 4 പോയാൽ 1, 0 0 പോയാൽ 0 അല്ലേ. 1 പോയാൽ 0 അല്ലേ. 5 4 പോയാൽ 1, 1 പോയാൽ 0 അല്ലേ. അപ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 15/2 ആദ്യം ഈ മുകളിലത്തത് ആദ്യം എഴുതും അല്ലേ. ടീച്ചർ മറ്റേ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ആദ്യം മുകളിലത്തെ എഴുതും, പിന്നെ ഇതിനെ നടുക്കായിട്ട് ഒരു വര വരയ്ക്കും, പിന്നെ താഴെയുള്ള എന്താണ് റിമൈൻഡർ എന്താണോ അത് ഇവിടെ എഴുതാം. പിന്നെ ഈ സൈഡ് എന്തിനോടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് അത് താഴെ എഴുതുക. ഓക്കെ, ഈ 2ഉം ഈ 2 അല്ലേ. ഇത് ബൈ ഇവിടെ എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെയും ബൈ വരേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ്, 7.5 cm² ആണെന്ത്, ലെങ്ത്ത് 5 cm ബ്രെഡ്ത്ത് 1.5 cm ആയ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ അതാണ് ഇവിടെ വരുന്നത് കേട്ടോ, 7.5 കണ്ടോ, 7.5 cm. ദെൻ അടുത്ത എന്താ ഇവിടെ വരുന്നത് നോക്കിയേ. ഇനി ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ വിത്ത് സൈഡ് ലെങ്ത്ത് 1/2 cm 1/3 cm ആയ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഈക്വൽ ടു ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ഇതാ, ലെങ്ത്ത് ഇത്ര ഇവിടെ തന്നിരിക്കുന്നത് 1/2 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1/2 ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര തന്നിരിക്കുന്നത്, 1/3 അല്ലേ. അപ്പോൾ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആയില്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇതിനെ മുകളിലത്ത് തമ്മിൽ ഇൻറ്റു ചെയ്യുക അല്ലേ. അവിടെ ഇൻറ്റു ആയതുകൊണ്ട് മുകളിലത്ത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, ബൈ അടിയത്ത് തമ്മിൽ ഇൻറ്റു ചെയ്യുക അല്ലേ. 1 × 1 1 അല്ലേ, ബൈ 2 × 3 അല്ലേ. 2 × 3 എത്രയാണ്, 6 അല്ലേ. അപ്പോൾ 1/6 cm² ആയിരിക്കും എന്ത്, ഈ 1/2 1/3 സൈഡ്സ് ആയ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 1/6 cm² ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ, എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ, 1/6 cm അല്ലേ. ഇനി വാട്ട് അബൌട്ട് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് സൈഡ്സ് ദ ലെങ്ത് 1/3 cm ആൻഡ് 1/5 cm. 1/3 cm 1/5 cm ആയ ലെങ്ത്തുകളുള്ള സൈഡ്സിന് ഉള്ള റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്താണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻറ്റു ചെയ്താൽ മതി അല്ലേ ഏരിയ കാണാൻ. അപ്പോൾ ലെങ്ത്ത് ഇവിടെ 1/3 ആണ്, ബ്രെഡ്ത്ത് 1/5 ആണ് അല്ലേ. അപ്പോൾ ഏരിയ ഈക്വൽ ടു 1/3 × 1/5 അല്ലേ. ഏരിയ ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ ലെങ്ത്ത് 1/3 1/5 ആണ് ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ 1/3 × 1/5 അല്ലേ, അതൊക്കെ ഉണ്ടോ. അപ്പോൾ മുകളിലത്ത് തമ്മിൽ ഇൻറ്റു ചെയ്യുക, 1 × 1 1 ബൈ അടിയത്ത് അല്ലേ, 3 × 5 15 1/15 അല്ലേ. 1/15 cm² ആയിരിക്കും അല്ലേ. ഓക്കെ, ദെൻ
അടുത്ത എന്താണ്? വാട്ട് ഇസ് ദ ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 5 1/2 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് ബ്രെഡ്ത്ത് 3 1/3 സെൻറ്റിമീറ്റർ. അങ്ങനെ ആകുമ്പോൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ലെങ്ത് എത്രയാണ്? 5 1/2 തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് 3 1/3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലേ. ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ ലെങ്ത് തന്നിരിക്കുന്നത് എത്രയാണ്? 5 1/2 അല്ലേ. 5 1/2 ബ്രെഡ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ ഇൻറ്റു ബ്രെഡ്ത്ത് എത്ര തന്നിരിക്കുന്നത്? 3 1/3 അല്ലേ. അപ്പോൾ 3 1/3. ഓക്കെ, 3 1/3. ദെൻ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 5 1/2 നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ. അപ്പോൾ സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കണം അല്ലേ. അപ്പോൾ ഈ സൈഡത്തും താഴത്തും ആദ്യം ഇൻറ്റു ചെയ്യുക. എന്നിട്ട് എന്താക്കുക? മുകളിലത്ത് പ്ലസ് ചെയ്തിട്ട് ഇവിടെ എഴുതുക. എന്നിട്ട് ബൈ ഈ താഴെയുള്ള എന്താണോ അത് ഇവിടെ എഴുതുക അല്ലേ. അപ്പോൾ 5 × 2 10, 10 + 1 11 അല്ലേ. 11/2. ഓക്കെ, ഇൻറ്റു പിന്നെന്താണ്? ഇത് എങ്ങനെ? അതേപോലെ തന്നെ അല്ലേ. മിക്സഡ് ഫ്രാക്ഷൻ സാധാ ഫ്രാക്ഷൻ ആക്കണേ സൈഡത്തും താഴത്തും ഇൻറ്റു ചെയ്തിട്ട് മുകളിലത്ത് പ്ലസ് ചെയ്യുക. അപ്പോൾ 3 × 3 9, 9 + 1 10 അല്ലേ. അപ്പോൾ 10/3. ഓക്കെ, 10/3. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യുക? അത് ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്തിട്ട് എന്താക്കുക? 11 × 10 110/2 × 3 എന്താ 6 അല്ലേ. അപ്പോൾ 110/6 ചെയ്യുക. എന്നിട്ട് എന്താക്കുക? അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്യാൻസലേഷൻ മെത്തേഡ് ചെയ്യുക. ഇവിടെ എന്താണ്? 2 അല്ലേ. അപ്പോൾ ഇവിടെ 2ൽ എത്ര 2 ഉണ്ട്? 1. 10ൽ എത്ര 2 ഉണ്ട്? 5 അല്ലേ. അപ്പോൾ ഇവിടെ 5 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതിന് 11 × 5 അല്ലേ. 55 എന്ന് എഴുതാം. 55/1 × 3 എത്രയാ? 3 അല്ലേ. 1 × 3 3 അല്ലേ. അപ്പോൾ 55/3 നമ്മൾ എന്താക്കുക? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുക അല്ലേ. 55/3. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതുന്നത്? നമുക്ക് 5ൽ എത്ര 3 ഉണ്ട്? 1 അല്ലേ. 1 3 is 3 അല്ലേ. ഓക്കെ, ഇനി 5ൽ നിന്ന് 3 കുറച്ച് എത്ര? 2. ഓക്കെ, ഇവിടെ 5 എഴുതാം. അപ്പോൾ 25ൽ എത്ര 3 ഉണ്ട്? 8 3s എത്രയാണ്? 8 3s 24 അല്ലേ. ഓക്കെ, ദെൻ 5ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 1 അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ആദ്യം ഈ മുകളിലുള്ള ആദ്യം എഴുതുക അല്ലേ. ഇവിടെ എത്രയാണ് മുകളിലുള്ളത്? 18 ആണ് അല്ലേ. ആ 18 ഇവിടെ എഴുതി. എന്നിട്ട് എന്താണ്? നടുക്കൊരു വര വരച്ചു. ഇനി അടിയിലുള്ള റിമൈൻഡർ ആദ്യം എഴുതി. പിന്നെ ഈ എന്തിനോടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ എഴുതി അല്ലേ. അപ്പോൾ 18 1/3 ആണെന്ത്? നമ്മളെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ലെങ്ത് 5 1/2 3 1/3 സെൻറ്റിമീറ്റർ ആയ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ. മനസ്സിലായല്ലോ? 3 സെൻറ്റിമീറ്റർ സ്ക്വയർ എഴുതണേ. cm² എന്ന് എഴുതുക കേട്ടോ. മറക്കരുത്. ഏരിയ ഒക്കെ എപ്പോഴും എന്താണ്? സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതുക. മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താ ഇവിടെ വരുന്നത് നോക്കിയേ. എന്താണ്? ഇനി ഇവിടെ ഈ പ്രോബ്ലം ട്രൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് സം റെക്ടാങ്കിൾസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ഈച്ച്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തിൽ ചില റെക്ടാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏരിയ എങ്ങനെ കാണുക? ഏരിയ കാണാൻ നമുക്കറിയാം ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. പഠിക്കണം കേട്ടോ. അപ്പോൾ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടെ ലെങ്ത് 3 1/4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ബ്രെഡ്ത്ത് 4 1/2 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ. അപ്പോൾ 3 1/4 ഇൻറ്റു 3 1/4 ഇൻറ്റു 4 1/2. അല്ലേ. ഓക്കെ, 3 1/4 നമുക്ക് എന്താ? ഇതിനെ മിക്സഡ് ഫ്രാക്ഷൻ സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കാം അല്ലേ. അപ്പോൾ 3 × 4 12 12 + 1 13 അല്ലേ. 13/4 is equal to ഇൻറ്റു അല്ലേ. ഇവിടെ ഇൻറ്റു അല്ലേ. ഇൻറ്റു എന്താ? 13/4 ഇൻറ്റു ഇതിനെ എന്താക്കുക? മിക്സഡ് ഫ്രാക്ഷൻ സാധാ ഫ്രാക്ഷനിലാക്കുക അല്ലേ. അപ്പോൾ 4 × 2 8 8 + 1 9/2 അല്ലേ. 9/2. ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനെ ക്യാൻസലേഷൻ മെത്തേഡ് നടത്താൻ കഴിയുമോ? ഇല്ല അല്ലേ. അവിടെ 2 ഇതിൽ പോകുന്നുണ്ട്, പക്ഷെ ഇതിലൊന്നും 2 പോകുന്നില്ല അല്ലേ. അപ്പോൾ 30 × 9 എത്രയാണ് നോക്കുക നമുക്ക്? 30 × 9 അപ്പോൾ നമുക്ക് 117/8 എന്ന് കിട്ടും. എന്നിട്ട് എന്താക്കുക? 117 / 8 എന്താക്കുക? നമുക്ക് ഡിവൈഡ് ചെയ്യാം. 30 × 9 ആണ് 117 അല്ലേ. /4 × 2 ആണ് 8. ഓക്കെ, ദെൻ ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര? 11ൽ എത്ര 8 ഉണ്ട്? 1 ആണ് അല്ലേ. അപ്പോൾ 11 ഇവിടെ എഴുതുക. അപ്പം 11 8 പോയ എത്ര? 8 3 അല്ലേ. പിന്നെ ഈ 37 ഇവിടേക്ക് 7 താഴോട്ട് ഇറക്കി എഴുതുക.
അപ്പോൾ 37 എത്ര 8 ഉണ്ട് നോക്കുക, എത്രയാണ് 4 8 സാർ എത്രയാണ് 32 അല്ലേ. അപ്പോൾ ഇവിടെ 32. ഓക്കെ, ദെൻ ഈ 7 2 പോയ എത്രയാണ് 5 അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം മുകളിലുള്ളത് അല്ലേ, കോഷ്യൻ്റ് ആദ്യം എഴുതുക. അപ്പോൾ 14, പിന്നെ ഇങ്ങനെ വരയ്ക്കുക, പിന്നെ അടിയിലുള്ള ഈ നമ്പർ എന്താണോ അതിവിടെ മുകളിൽ എഴുതുക. ഓക്കെ, പിന്നെ ഈ സൈഡിലുള്ള നമ്പർ 8 അല്ലേ, ഇങ്ങനെ എഴുതുക. ഓക്കെ, ഇതാണ് 3 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എഴുതുക കേട്ടോ, സെൻറ്റിമീറ്റർ സ്ക്വയറിന് എഴുതുക. ഓക്കെ, ദെൻ അപ്പം സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഇത്. അപ്പോൾ 14 5/8 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കാം നമുക്ക്. അപ്പോൾ എന്താണ് 14 5/8 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് 5 1/3 മീറ്ററും 6 3/4 മീറ്റേഴ്സും ആണല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത്. അപ്പം ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് എന്ന് എഴുതുക. എന്നിട്ട് എന്താക്കുക, ഏരിയ ഈക്വൽ ടു ലെങ്ത്ത് ഇവിടെ എത്രയാണ് 5 1/3 ആണ് അല്ലേ. 5 1/3 ആണ്. ബ്രെഡ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, അപ്പോൾ ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ് 6 3/4 ആണ് അല്ലേ. 6 3/4. ഓക്കെ, 5 1/3 നമുക്ക് എങ്ങനെ എഴുതാം? 5 3s 15, 15 + 1 16 അല്ലേ, 16/3 എന്ന് എഴുതുക. ഇൻറ്റു എത്രയാണ് 6 4s എത്രയാണ് 24, 24 + 3 എത്രയാണ് 24 27 അല്ലേ. അപ്പോൾ 27/4 എന്ന് എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താക്കുക, ഇതൊന്നെങ്കിൽ 60 × 27 എന്ന് പറഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് /3 × 4 എന്ന് എഴുതുക. എന്നിട്ട് എന്താക്കുക, ഇത് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാൻസലേഷൻ മെത്തേഡ് നടത്താം. ഓക്കെ, ഈ 3ൽ 16ലും പോകുന്നില്ല അല്ലേ, പക്ഷേ ഈ 3 27ൽ പോകില്ല. എത്ര വട്ടം പോകും? 3ൽ എത്ര 3 ഉണ്ട് 1, 27ൽ എത്ര 3 ഉണ്ട് 9 അല്ലേ. അപ്പോൾ ഇവിടെ 9 എഴുതുക. ദെൻ അടുത്തതോ പിന്നെ 4ലും 16ലും പോകുന്നുണ്ട് അല്ലേ. 4ൽ എത്ര 4 ഉണ്ട് 1 അല്ലേ. 16ൽ എത്ര 4 ഉണ്ട് 4 അല്ലേ. അപ്പോൾ 4 അല്ലേ. അപ്പോൾ 4 × 9 അല്ലേ. 4 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് 4 × 9 അപ്പോൾ എത്രയാണ് 36 അല്ലേ. 36/1 × 1 1 അല്ലേ. 36/1 എന്ന് പറഞ്ഞാൽ 36 മീറ്റർ സ്ക്വയർ. ഇത് മീറ്റർ ആണ് അല്ലേ. എന്നിട്ട് സെൻറ്റിമീറ്റർ ആയതുകൊണ്ടാണ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നിട്ടത്. ഇവിടെ മീറ്റർ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ എന്ന് എഴുതിട്ടോ. അപ്പോൾ 36 മീറ്റർ സ്ക്വയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ലെങ്ത്തും ബ്രെഡ്ത്തും 1 1/3 മീറ്ററും 3/4 മീറ്ററും ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഏരിയ ഈസ് ഈക്വൽ ടു ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഏരിയ ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ ഈക്വൽ ടു ലെങ്ത്ത് എത്രയാണ് 1 1/3 അല്ലേ. 1 1/3 നിങ്ങൾ ഇക്വേഷൻ എഴുതണം കേട്ടോ. ഏരിയ ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താന്നുള്ളതിൽ ഇക്വേഷൻ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ 1 1/3 × 3/4. ഓക്കെ, 3/4. ദെൻ 1 1/3 എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? മിക്സ്ഡ് ഫ്രാക്ഷൻ സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കുക അല്ലേ. അപ്പോൾ 1 × 3 3 + 1 4 അല്ലേ. അപ്പോൾ 4/3. ഓക്കെ, 4/3 ഇൻറ്റു ഈ 3/4 അതേപോലെ തന്നെ അല്ലേ, സാധാ ഫ്രാക്ഷൻ തന്നെയാണ്, അതങ്ങനെ തന്നെ എഴുതുക അല്ലേ. ഇനി ഇതിനെ നമുക്ക് എന്താക്കുക, ഒന്നെങ്കിൽ 4 × 3 ചെയ്ത് ഇവിടെ എഴുതുക, /3 × 4 ചെയ്തിട്ട് എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാൻസലേഷൻ മെത്തേഡ് നടത്തുക. ഇവിടെയും 4 ഉണ്ട് അല്ലേ, ഇവിടെയും 4 ഉണ്ട് അല്ലേ. 1 പ്രാവശ്യം അല്ലേ. ഇവിടെ 3 ഉണ്ട്, ഇവിടെയും 3 ഉണ്ട് അല്ലേ, 1 പ്രാവശ്യം. ഓക്കെ, അപ്പോൾ 1 × 1 1 അല്ലേ. 1/ പിന്നെ 1 × 1 അടിയിലും 1 തന്നെ അല്ലേ. അപ്പോൾ 1/1 എത്രയാണ് 1 അല്ലേ. അപ്പോൾ 1 ഇതെന്താണ് മീറ്റർ തന്നെ, മീറ്ററാണ്. 1 മീറ്റർ സ്ക്വയർ അല്ലേ. അപ്പോൾ 1 മീറ്റർ സ്ക്വയർ എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഏരിയ 1 1/3 മീറ്ററും 3/4 മീറ്ററും ആയിട്ടുള്ള ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് 1 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഇസ് ദ ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് 1.5 മീറ്റർ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയറിൻ്റെ ഒരു സൈഡ് തന്നിട്ടുണ്ട് 1.5 മീറ്റർ. അതിൻ്റെ ഏരിയ എന്താണെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരു സൈഡ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സൈഡ് എത്രയാണ് 1.5 തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ. അപ്പോൾ 1.5 × 1.5. ഓക്കെ, ഓക്കെ 1.5 × 1.5. ഓക്കെ, അപ്പോൾ 1 × 2 2 + 1 3 3/2 ഇൻറ്റു ഇതും അങ്ങനെ തന്നെ 1 × 2 2 + 1 3/2 അല്ലേ. അപ്പോൾ മുകളിലത്തെ 2 ഇൻറ്റു ചെയ്യുക. 3 × 3 9/2 × 2
4 അല്ലേ. അപ്പോൾ 9/4 എന്ന് കിട്ടും. ഇതിനെ നമ്മൾക്ക് എന്താക്കുക, മിക്സഡ് ഫ്രാക്ഷൻ എന്താണ്, മുകളിലത്തെ നമ്പർ വലുതായതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലേ. 9 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്, 2 4s are 8. ഓക്കെ, ദെൻ 9 8 പോയാൽ എത്രയാണ്, 1 അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, മുകളിലത്തെ നമ്പർ ആദ്യം എഴുതുക അല്ലേ, കോഷ്യൻ്റെ ഏതാ ആദ്യം എഴുതുക, എന്നിട്ട് നടുക്കൊരു വര വരയ്ക്കുക, പിന്നെ റിമൈൻഡർ ഇവിടെ മുകളിൽ എഴുതുക, ഇവിടെ അടിയിൽ ഈ എന്തിനോടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അത് എഴുതുക അല്ലേ. അപ്പോൾ ഇത്രയും എന്താണ് മീറ്റർ സ്ക്വയർ ആയിരിക്കുന്നത് ഈ സ്ക്വയർ സൈഡ് അല്ലേ. ഏരിയ ഓഫ് എ സ്ക്വയർ സൈഡ് 1.5 മീറ്റർ തന്നിരിക്കുന്നു അല്ലേ. സൈഡ് 1.5 മീറ്റർ തന്നിട്ടുണ്ട് ഒരു സ്ക്വയറിൻ്റെ. അപ്പോൾ സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സ് എന്താണ്, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ എന്താണ്, സൈഡ് ഇൻറ്റു സൈഡ് ആണ് അല്ലേ. അങ്ങനെ ആകുമ്പം ഏരിയ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം നമുക്ക്, 1.5 ഇൻറ്റു 1.5. ഓക്കെ, അപ്പോൾ നമുക്ക് 3/2 ഇൻറ്റു 3/2 ചെയ്താൽ 3 ഇൻറ്റു 3 9/2 ഇൻറ്റു 2 4 അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 2 1/4 മീറ്റർ സ്ക്വയർ ആയിരിക്കും എന്ത്, ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് വൺ സൈഡ് 1.5 മീറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈസ് 40 meters. വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ. അപ്പോൾ പെരിമീറ്റർ ഓഫ് എ സ്ക്വയറാ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എല്ലാ ഈ എന്താണ് സൈഡ്സ് ഈക്വൽ ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ചുറ്റുള്ള അളവാണ് അല്ലേ പെരിമീറ്റർ. അപ്പോൾ 4a is equal to ആണ് എന്ത്, സ്ക്വയർ ഓഫ് എ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്താണ് 4a എന്നാണ് ഇക്വേഷൻ അല്ലേ. 4 കൂടി പ്ലസ് ചെയ്താൽ പോരെ, 4 സൈഡും കൂടി പ്ലസ് ചെയ്യുമ്പോൾ 4a കിട്ടും അല്ലേ. a പ്ലസ് എന്ന് പറഞ്ഞാൽ എത്ര 4a അല്ലേ. അപ്പോൾ 4a ഈക്വൽ ടു എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്, 14 മീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ പെരിമീറ്റർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പെരിമീറ്ററിന് എന്താണ്, പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 4a ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 4a ഈക്വൽ ടു എത്രയാണ് 14 തന്നിട്ടുണ്ട് അല്ലേ. 14 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൈഡ് കണ്ടുപിടിച്ചൂടെ, അതായത് ഇപ്പം ഒരു സ്ക്വയർ അല്ല, സ്ക്വയർ ഇവിടെ ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ഇത് പ്ലസ് ഇത് പ്ലസ് ഇതാണല്ലോ അല്ലേ. ഈ സൈഡൊക്കെ എന്താണ് ആഡ് ചെയ്താലാണ് എന്ത് വരുന്നത്, ഇതും 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 കൂടി കൂട്ടിയതാണ് എന്ത് പെരിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് എന്ത് 14 വരുന്നത് അല്ലേ. അപ്പോൾ ഇതിന് എത്ര സൈഡ് ഉണ്ട്, 4 സൈഡ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് അല്ല പെരിമീറ്റർ തന്നാൽ ഒരു സൈഡ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 4 ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഒരു സൈഡ് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സൈഡ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്താ നമുക്ക് ചെയ്യാം, എ ഈക്വൽ ടു 14/4 ചെയ്യുക അല്ലേ. അപ്പോൾ 14/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 14/4 എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് സ്മോൾ ആക്കാം അല്ലേ. ഈ പകുതിയാക്കിവിടും ഇതിനെ, 14നെ പകുതിയാക്കിയാൽ എത്ര 7 അല്ലേ, 4നെ പകുതിയാക്കിയാൽ എത്രയാ 2. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 1/2 എന്ന് കിട്ടും കേട്ടോ. ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ടീച്ചർ പറഞ്ഞ മാതിരി തന്നെ ചെയ്യുക. അപ്പോൾ 3 1/2 എന്ന് കിട്ടും. ഓക്കെ, ശരിയാണോ നോക്കാം. 3 × 2 6 6 + 1 7 7/2 അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഒരു സൈഡ് കിട്ടി. അങ്ങനെയാണ് ഏരിയ കാണാൻ എന്താ നമ്മൾ ചെയ്യുക, ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ്, സൈഡിൻ്റെ സൈഡ് അല്ലേ. അപ്പോൾ 3.5 × 3.5 അല്ലേ. 3.5 × 3.5 ചെയ്യാം. ഓക്കെ, 3.5 × 3.5. ഇനി ഇതിനെന്താ നമ്മൾ ചെയ്യാം, 3.5 അല്ലേ. ഇതിനെ നമുക്ക് സാധാ ഫ്രാക്ഷനിലേക്ക് ആക്കണം അല്ലേ. അപ്പോൾ 3 × 2 എത്രയാണ് 6 6 + 1 എത്രയാണ് 7 അല്ലേ. അപ്പോൾ 7/2/7/2. ഓക്കെ, 7/2 × 7/2 അല്ലേ. ഇതിനെ നമ്മൾ 7/2 എന്ന് എഴുതുക. ഇനി നമുക്ക് എന്താക്കാം, മുഖത്ത് തമ്മിൽ ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ എന്താ 7 × 7 എത്രയാണ് 49 അല്ലേ. 49 എത്രയാണ് 49/2 × 2 എത്രയാണ് 4 അല്ലേ. ഇനി 49/4നെ നമ്മൾ എന്താക്കുക, നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കണം അല്ലേ. മുകളിലത്തെ നമ്പർ എന്താണ്, വലുതാണ് അല്ലേ. സോ നമ്മൾ എന്താക്കണം, അതിനെ ചെറുതാക്കണം അല്ലേ. അപ്പോൾ നമ്മൾ 49 ഡിവൈഡഡ് ബൈ 4 അല്ലേ ഇരുന്നോ. അപ്പോൾ നമുക്ക് 49 ഡിവൈഡഡ് ബൈ 4 നമുക്ക് ചെയ്യാം. അപ്പോൾ 1 4s are 4 അല്ലേ. ദെൻ 4 4 പോയ എത്ര 0, ഈ 9 കൊണ്ട് ഇറക്കി എഴുതി. ദെൻ 9ൽ എത്ര 4 ഉണ്ട്, 2 അല്ലേ. അപ്പോൾ 2 4s are 8. ദെൻ എന്താണ് 9 8 പോയ എത്രയാണ് 1 അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 49/4നെ നമുക്ക് 49/4നെ നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യം മുകളിലത്തെ നമ്പർ അല്ലേ 12 എന്ന് എഴുതുക. എന്നിട്ട് നടുക്കൊരു വര വരയ്ക്കുക. എന്നിട്ട് ഈ താഴെയുള്ള ഈ റിമൈൻഡർ ഇവിടെ എഴുതുക. പിന്നെ ഈ എന്തിനോടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അത് എഴുതുക അല്ലേ. അപ്പോൾ ഇത്രയും എന്താണ് മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഏരിയ മനസ്സിലായല്ലോ. അപ്പം ഇതാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ 8 ഭാഗങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.